ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു രണ്ടാമത്തെ എസ്സേ ആണ്. അതിൻ്റെ പേര് സെമിയോട്ടിക്സ് ആൻഡ് ദ സിനിമ, മെറ്റ്സ് ആൻഡ് വൂളൻ. ഗിൽബർട്ട് ഹാർമൻ, സെമിയോട്ടിക്സ് ആൻഡ് ദ സിനിമ, മെറ്റ്സ് ആൻഡ് വൂളൻ. ഈ ഒരു എസ്സേ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത് ഗിൽബർട്ട് ഹാർമൻ ആണ്. ഈ എസ്സേ എഴുതിയിട്ടുള്ളത്. എസ്സേയുടെ പേര് സെമിയോട്ടിക് ആൻഡ് ദ സിനിമ, മെറ്റ്സ് ആൻഡ് വൂളൻ. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് കടക്കാം. ഇതിൽ പറയുന്നത് ക്രിസ്ത്യൻ മെറ്റ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ക്രിസ്ത്യൻ മെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നെയിം ക്രിസ്ത്യൻ മെറ്റ്സ്, പിന്നെ മറ്റാളാര പീറ്റർ വൂളൻ. അവർ രണ്ടുപേരും റെസ്പെക്റ്റീവ്ലി ബെസ്റ്റ് നോൺ ഫോർ ദെയർ വർക്ക്സ് ഇൻ ഫിലിം ലാംഗ്വേജ്. സിനിമയിലെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സിനിമയിലെ ഭാഷ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾക്ക് പ്രധാനപ്പെട്ടവരാണ് ഈ രണ്ടു പേരും. മെറ്റ്സും വൂളനും. അവർ സിനിമയുടെ അർത്ഥം പറഞ്ഞു തരികയാണ് ചെയ്തത്. ഇവർ ഇൻ ഹിസ് ക്രിറ്റിക്കൽ റിവ്യൂ ഓഫ് തിയറീസ് ഓഫ് മെറ്റ്സ് ആൻഡ് വൂളൻ, മെറ്റ്സിനെയും വൂളനെയും പറ്റിയുള്ള ക്രിറ്റിക്കൽ റിവ്യൂവിൽ Gilbert Harman points out several limitations in reducing the film as a science of science. ഗിൽബർട്ട് ഹാർമൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കുറച്ച് ലിമിറ്റേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടയാളങ്ങളുടെ ഒരു ശാസ്ത്രം, അതാണ് സയൻസ് ഓഫ് സയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ സിനിമേനെ കാണുമ്പോൾ ചില പരിമിതികളുണ്ട്. ഈ രണ്ടുപേരും സിനിമേനെ അങ്ങനെ കാണുമ്പോൾ അതിൽ ചില പരിമിതികളുണ്ട് എന്നാണ് ഹാർമൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി സിനിമയിലെ 3 തരം അടയാളങ്ങളെ പറ്റിയിട്ട് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ 3 തരം അടയാളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കോണിക് വരുന്നുണ്ട്, ഇൻറ്റൻസിക്കൽ വരുന്നുണ്ട്, സിംബോളിക് വരുന്നുണ്ട്. 3 തരം അടയാളങ്ങളാണ്. ഏതൊക്കെയാണ്? ഐക്കോണിക് ഉണ്ട്, ഇൻറ്റൻസിക്കൽ ഉണ്ട്, സിംബോളിക് ഉണ്ട്. അങ്ങനെ 3 തരം അടയാളങ്ങൾ. 3 ഡയമെൻഷണൽ ആസ്പെക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ആ ഒരു 3 എണ്ണത്തിൽ ആദ്യത്തെ 2 എണ്ണത്തിനുമാണ്, അതായത് ഐക്കോണിക്കിനും ഇൻറ്റൻസിക്കലിനുമാണ് സിംബോളിക്കിനേക്കാൾ പ്രാധാന്യം എന്നാണ് പറയുന്നത്. ഐക്കൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഐക്കോണിക് എന്ന്, ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു തിങ്, സാധനത്തെയോ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സൈനാണ് ഐക്കൺ എന്ന് പറയുന്നത്. ഇൻറ്റൻസിക്കൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഒരു പ്രാക്ടിക്കലായിട്ട് നോക്കണേ, ഒരു പ്രയോഗത്തിന് ശരിയായ അർത്ഥം കൈവരുന്നത് അതിൻ്റെ സന്ദർഭം, ഏതൊരു വസ്തുവിനും അതിൻ്റെ അർത്ഥം ശരിക്ക് വരുന്നത് സിറ്റുവേഷനിലൂടെയാണെന്നാണ് എന്ത് പറയുന്നത്? ഇൻറ്റൻസിക്കൽ പറയുന്നത്. 3-മതായിട്ട് എന്താണ്? സിംബോളിക്കാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ നോക്കുന്ന നമുക്ക് വരുത്താവുന്ന ചില അർത്ഥങ്ങൾ, അതായത് മീനിങ്സിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. ഹാർമൻ വിശ്വസിക്കുന്നത് സിനിമയിൽ കൂടി വരുത്താവുന്ന അർത്ഥങ്ങളെ ഇത്ര മാത്രമേ അർത്ഥമേ വരാവൂ എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റില്ല എന്നാണ് ഹാർമൻ വിശ്വസിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, സിനിമയിലെ ഓരോ ഷോട്ടിനും പല അർത്ഥതലങ്ങളുണ്ട്. ഓരോ ഷോട്ടിലും ഒരാൾക്ക് തോന്നുന്ന ഒരു അർത്ഥമായിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുക. സോ സിനിമയിലെ ഓരോ ഷോട്ടിനാണെങ്കിലും അതിന് പല പല അർത്ഥതലങ്ങളുണ്ട്. ചില അർത്ഥങ്ങൾ, അതായത് ചില മീനിങ്, സിനിമയിലെ ചില മീനിങ് ഡയറക്ടേഴ്സ് ചിന്തിച്ച് അവർ തിങ്കിങ് പ്രോസസ്സിലൂടെ ഇങ്ങനൊരു അർത്ഥം കിട്ടണം എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് അവർ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ മെറ്റ്സിൻ്റെ ഒപ്പീനിയനിൽ സിനിമകൾക്ക്, ഏത് സിനിമയ്ക്കാണെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ഘടന, സ്ട്രക്ചർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ, ഘടന ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മെറ്റ്സ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത സിനിമകൾ എന്ന് പറയുന്നത് നെറേറ്റീവ് സിനിമകളാണ്. അതിൽ കൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് സിനിമയിലെ പല എക്സ്പെരിമെൻ്റൽ നമ്മൾ പഠിച്ചതാണ്. അവൻ്റെഗാർഡ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലെ പരീക്ഷണങ്ങൾ, എക്സ്പീരിയൻസ് നടത്തിയതാണ്. അങ്ങനെ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ പറ്റാവുന്ന ഒന്ന് നെറേറ്റീവ് സിനിമകളാണ്. അതിൽ കൂടെ അദ്ദേഹം പറഞ്ഞു, സിനിമയിലെ പരീക്ഷണങ്ങളെയും അവൻ്റെഗാർഡ് പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളെ തള്ളിക്കളയാണ് ചെയ്തത്. നറേറ്റീവ് സിനിമകൾക്കാണ് അദ്ദേഹം വന്നിട്ട് പ്രാധാന്യം കൊടുത്തത്. അതുപോലെ തന്നെ ഹെർമൻ്റെ ഈ ഒരു റൈറ്ററായിട്ടുള്ള ഹെർമൻ്റെ എസ്സേയ്സ്
റിവീൽ ചെയ്ത് തരുന്നത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഹൗ തിയറീസ് ഓഫ് ക്ലോസ് റീഡിങ് ഓഫ് ഫിലിംസ് ആർ ടു ലിമിറ്റിംഗ് ഇൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള സിനിമയുമായിട്ടുള്ള എന്താ പറയുക ക്ലോസ് ആയിട്ടുള്ള റീഡിങ് ആർ ടു ലിമിറ്റിംഗ് ടു സിനിമാറ്റിക് എക്സ്പീരിയൻസ്. സിനിമാനുഭവത്തെ പലപ്പോഴും നമ്മളെ പരിമിതപ്പെടുത്തുകയാണ് ഇങ്ങനെയുള്ള തിയറീസ് എന്നും കൂടെ ആര് പറയുന്നുണ്ട്? ഹെർമൻ്റെ എസ്സേസ് പറയുന്നുണ്ട്. സോ അതാണ് ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഏരിയാസിൽ മെറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. മെറ്റ്സ് പറയുന്നത് എന്താ? മെറ്റ്സ് ക്ലീവ്സ് ദ ഫീൽഡ് ഇൻ 2 പാർട്സ്. ഫിലിമിനെ 2 രീതിയിലാണ് മെറ്റ്സ് പറഞ്ഞത്. ഒന്ന് ഫിലിമിക്കും ഒന്ന് സിനിമാറ്റിക്കും. ഫിലിമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഇല്ലിമിറ്റബിൾ ഏരിയ ഓഫ് ക്വസ്റ്റ്യൻസ് ഡീലിംഗ് വിത്ത് ഫിലിംസ് റിലേഷൻ ടു അതർ ആക്ടിവിറ്റീസ്. ഫിലിമിക് ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിലേക്കാണ് ലിമിറ്റ് ചെയ്തു പോകുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആസ്പെക്ട്സ് വിച്ച് ഗോ ഇൻ ടു മേക്കിംഗ് ഓഫ് ദ ഫിലിം. സിനിമയെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ പെടും. ടെക്നോളജി ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഡയറക്ടേഴ്സ്, ബയോഗ്രഫീസ് ആൻഡ് സോ ഓൺ, ആസ് വെൽ ആസ് ദോസ് ആസ്പെക്ട്സ് വിച്ച് ക്യാൻ ബി തോട്ട് ഓഫ് ആസ് എ റിസൾട്ട് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് ഫിലിംസ്. ദെൻ സിനിമാറ്റോഗ്രഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫിലിമിക് പറഞ്ഞു. അടുത്ത സിനിമാറ്റിക്. സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് ദ നാരോവർ സബ്ജക്റ്റ് ഓഫ് ഫിലിം. ഫിലിമിനെ കുറച്ചും കൂടെ നാരോ ആക്കുകയാണ്. കട്ട് ഓഫ് ബോത്ത് ഫ്രം കോംപ്ലിസിറ്റീസ്. അവിടെ കോംപ്ലിസിറ്റികൾക്ക് സ്കോപ്പ് ഇല്ല. വിച്ച് ബ്രോഡ് ദം ഇൻ ടു ബീങ് ആസ് വെൽ ആസ് ദ കോംപ്ലിസിറ്റീസ് വിച്ച് റിസൾട്ട് ഫ്രം ദം. ഒരു കുറച്ചും കൂടെ നേരോ ആയിട്ട് ഫിലിമിക്കിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നേരോ ആയിട്ടുള്ള സബ്ജക്റ്റാണ് സിനിമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ കാണാനായിട്ട് പറ്റുക. ഇനി നമ്മൾ ആ ഒരു എസ്സേയിലേക്ക് കിടക്കുകയാണ്. എസ്സേയുടെ പേരെന്താ? സെമിയോട്ടിക്സ് ആൻഡ് സിനിമ, മെറ്റ്സ് ആൻഡ് വൂളൻ. സെമിയോട്ടിക്സ് ആൻഡ് സിനിമ, മെറ്റ്സ് ആൻഡ് വൂളൻ. അതാണ് എസ്സേ. Some film theorists advocate that what they call as semiotics or semiology of the cinema. ചോദിക്കുകയാണ് എന്താണ് സിനിമയുടെ സെമിയോളജി അല്ലെങ്കിൽ സെമിയോട്ടിക്സ് എന്ന് പറയുന്നത്. ഐ വിൽ ഡിസ്കസ് 2 somewhat different proposals or sort of here, one by Christian Metz and other by Peter Wollen. അപ്പോൾ അദ്ദേഹം പറയാണ്, ഹെർമൻ പറയാണ് ഇവിടെ 2 പേര് ഈ സിനിമയുടെ സെമിയോട്ടിക്സിനെ പറ്റി പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം. ഒന്ന് ക്രിസ്ത്യൻ മെറ്റ്സും മറ്റൊന്നാരാ? പീറ്റർ വൂളൻ. ഇനി പറയുന്നുണ്ട് ദ ടേം സെമിയോട്ടിക്സ് അല്ലെങ്കിൽ സെമിയോട്ടിക്സിൻ്റെ മറ്റൊരു പേരെന്താ? സെമിയോളജി മീൻസ് എന്താ പറയുന്നത്? തിയറി ഓഫ് സയൻസ്. സയൻസിൻ്റെ ഒരു തിയറിയാണ്. ലിംഗ്വിസ്റ്റിക്സ് ഈസ് വൺ സച്ച് തിയറി. ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷാശാസ്ത്രം അല്ലേ? അതും അങ്ങനത്തെ ഒരു തിയറിയാണ്. സിൻസ് ഇറ്റ് ഈസ് തിയറി ഓഫ് ലാംഗ്വേജ് ആസ് വെൽ ആസ് ദ സിസ്റ്റം ഓഫ് സയൻസ്. ഒരേ സമയം ഭാഷയുടെ തിയറിയുമാണ്, അതുപോലെ സയൻസിൻ്റെ ഒരു സിസ്റ്റമാണ്. അതുപോലെ ദ സെമിയോട്ടിക്സ് ഓഫ് ദ സിനിമ ഈസ് സിമിലർലി ദ തിയറി ഓഫ് ഫിലിം ആസ് വെൽ ആസ് സയൻസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സിനിമയുടെ സെമിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിലിമിൻ്റെ തിയറിയാണ്, അതുപോലെ സയൻസിൻ്റെ ഒരു സിസ്റ്റമാണ്. ദ ഐഡിയ ഈസ് ദാറ്റ് വി ആർ ടു തിങ്ക് ഓഫ് ഫിലിം ആസ് എ കൈൻഡ് ഓഫ് ലാംഗ്വേജ്. ഫിലിം ഒരു സിനിമ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഭാഷയാണെന്ന് വിചാരിക്കണം. ആൻഡ് ദാറ്റ് ടു ട്രൈ ടു ഡെവലപ്പ് ലിംഗ്വിസ്റ്റിക്സ് ഓഫ് ദിസ് ലാംഗ്വേജ് ഓഫ് ഫിലിം. അങ്ങനെ ഒരു ലിംഗ്വിസ്റ്റിക്സ്, ഒരു ഭാഷാശാഖ അവിടെ സിനിമയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെടണം. അപ്പോൾ എന്താ പറയുന്നത്? ടേം സെമിയോട്ടിക്സ് അല്ലെങ്കിൽ സെമിയോളജി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ തിയറി ഓഫ് സയൻസ് ആണെന്ന് പറഞ്ഞു. സെമിയോട്ടിക്സ് ഓഫ് സിനിമ, സിനിമയുടെ സെമിയോട്ടിക്സ് എന്ന് പറയുന്നത് സിനിമയുടെ തിയറി ആയിരിക്കും, ആസ് വെൽ ആസ് ദ സിസ്റ്റം ഓഫ് സയൻസും ആയിരിക്കും എന്ന് പറഞ്ഞു. അതൊരു കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. ദിസ് മീൻസ് വി വിൽ ഓൺലി ബി ഇൻട്രസ്റ്റഡ് ഇൻ സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് ഫിലിം. വി വിൽ ബി കൺസേൺ ഓൺലി വിത്ത് ദ വേരിയസ് വേസ് ഇൻ വിച്ച് ദ പർട്ടിക്കുലർ ഫിലിംസ് ക്യാൻ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ നോർമൽ വ്യൂവേഴ്സ്. ഇനി എന്താ പറയുന്നത്? മെറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ക്രിസ്ത്യൻ മെറ്റ്സ് എന്താ പറയുന്നത്? ദാറ്റ് വി വിൽ ഓൺലി ബി ഇൻട്രസ്റ്റഡ് ഇൻ സിനിമ ആസ്പെക്ട്സ് ഓഫ് ഫിലിം. വി വിൽ ബി കൺസേൺ ഓൺലി വിത്ത് ദ വേരിയസ് വേ ഇൻ വിച്ച് ദ പർട്ടിക്കുലർ ഫിലിംസ് ഹാവ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഫോർ നോർമൽ സ്പെക്ടേറ്റേഴ്സ്. വി വിൽ കൺസേൺ വിത്ത് ദ നേച്ചർ ഓഫ് ഫിലിം, ഇമേജ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൗണ്ട് ആൻഡ് ഇമേജ്. ആൻഡ് സിനിമയിലെ പല കാര്യങ്ങളോടും നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നാം അല്ലേ? നോർമൽ സ്പെക്ടാറ്റർ എന്ന കാഴ്ചക്കാരൻ എന്ന നിലയ്ക്ക് നമുക്ക് ആ ഫിലിമിൽ ഇമേജിനോട് ഇഷ്ടം തോന്നാം, സൗണ്ടും ഇമേജും തമ്മിലുള്ള ബന്ധത്തോട് തോന്നാം, വേരിയസ് കൈൻഡ്സ് ഓഫ് എഡിറ്റിങ്ങിനോട് തോന്നാം. വി വിൽ നോട്ട് ബി ഡയറക്ട്ലി കൺസേൺ വിത്ത് ദ തിങ്സ് എ ക്യാമറ മെക്കാനിസംസ്. പക്ഷേ ക്യാമറയെ കുറിച്ചിട്ടോ പ്രോസസ് ഓഫ് ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടോ പ്രിൻറ്റിങ് ഫിലിംസിനെ പറ്റിയോ നമ്മൾ അത്രയും ഇങ്ങോട്ട് ബോധവാന്മാരൊന്നുമല്ല, കൺസേൺ ഒന്നുമല്ല. കാരണം എന്താ? അത് ഫിലിമിലെ ടെക്നോളജിക്കലായിട്ടുള്ള സ്ട്രക്ചറാണെന്നാണ് പറയുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത ക്യാമറ ആസ്പെക്ട്സുകളോ അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളോട് നമുക്ക് വലിയ താല്പര്യമില്ല എന്നാണ് ആര് പറയുന്നത്, ക്രിസ്റ്റ്യൻ മെറ്റ്സ് പറയുന്നത്. അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിലിമിനെ പറ്റിയിട്ടാണ്. ദർ ആർ ഓഫ് കോഴ്സ് വെരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിലിംസ്. പല രീതിയിലുള്ള സിനിമകളുണ്ട്. ഏതൊക്കെ സിനിമകൾ? നെറേറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ഫിലിംസ് ഉണ്ട്, ദെൻ ഡോക്യുമെൻ്ററീസ് ഉണ്ട്, ട്രാവൽസ് ഫിലിംസ് ഉണ്ട്, അഡ്വർടൈസിങ് ഫിലിംസ് ഉണ്ട്, ദെൻ ഇൻസ്ട്രക്ഷണൽ ഫിലിംസ് ഉണ്ട്, അബ്സ്ട്രാക്ട് അണ്ടർഗ്രൗണ്ട് ഫിലിംസ് ഉണ്ട്, ആൻഡ് സോ ഫോർത്ത്. ഒരുപാട് ഫിലിംസ് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റ്സ് പറയാണ്, ഹവർ ദാറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് വി ഷുഡ് restrict our study to narrative feature films and ignore the other types of films. Again, മെറ്റ്സിന് ഇവിടെ എന്താണ് കൂടുതൽ ഇഷ്ടം? നെറേറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ഫിലിംസ് ആണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിനൊക്കെ ഇഗ്നോർ ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? മെറ്റ്സ് പറയുന്നത്. അക്കോർഡിംഗ് ടു മെറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ ബിഫോർ ദ നെറേറ്റീവ് ഫിലിം എക്സിസ്റ്റഡ് സിനിമ വാസ് കൺസീവ്ഡ് ആസ് എ മെയിൻ ടെക്നോളജിക്കൽ റിസോഴ്സ്. നെറേറ്റീവ് ഫിലിം ഇല്ലാത്തതിന് മുൻപ്, നെറേറ്റീവ് സിനിമ വരുന്നതിനേക്കാൾ മുൻപ് ഒരു ടെക്നോളജിക്കൽ റിസോഴ്സ്, എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമല്ലോ, ടെക്നോളജിക്കൽ റിസോഴ്സ് മാത്രമാണ് എന്നാണ് പറയുന്നത് സിനിമ. അത് ഇവൻസുകൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് ഇറ്റ് വാസ് പ്രിസൈസിംഗ്ലി ടു എക്സ്റ്റെൻഡ് ദാറ്റ് ദ സിനിമ കൺഫ്രണ്ടഡ് ദ പ്രോബ്ലംസ് ഓഫ് നറേഷൻ. ദാറ്റ് വെറും എന്തോ ടെക്നോളജിക്കലായിട്ടുള്ള ഇവൻറ്റുകൾ റെക്കോർഡ് ചെയ്ത് കാണിക്കൽ മാത്രമാണ് നെറേറ്റീവ് സിനിമ വരുന്നതിന് മുമ്പ് എന്നാണ് പറയുന്നത്. ഇറ്റ് കെയിം ടു പ്രൊഡ്യൂസ് എ ബോഡി ഓഫ് സ്പെസിഫിക് സിഗ്നിഫയിങ് പ്രൊസീജിയേഴ്സും. നെറേറ്റീവ് ഫീച്ചർ ഫിലിംസ് ആർ ഫർദർ മോർ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട് നെറേറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ഫിലിംസ്. ഷോർട്സ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഇൻഹാബിറ്റ് ബോർഡർ റീജിയൻസ്. ദർ സിഗ്നിഫയിങ് പ്രൊസീജിയേഴ്സ് ആർ ഫോർ ദ മോസ്റ്റ് പാർട്ട് ഡിറൈവ്ഡ് ഫ്രം ദോസ് ഇൻ നെറേറ്റീവ് ഫിലിംസ്. We will therefore not go wrong Metz thinks if we restrict our attention to signify the procedure that are used in feature length narrative films. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നെറേറ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ഫിലിംസിനാണ്. അദ്ദേഹം പറയുന്നു അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഹി വാണ്ട്സ് us to study the denotation before connotation. ഇനി ഒരു സിനിമയ്ക്ക് രണ്ട് രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്, ഡിനോട്ടേഷനും ഉണ്ട്, കൊണോട്ടേഷനും ഉണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. വി ഷുഡ് സ്റ്റഡി ഡിനോട്ടേഷൻ ബിഫോർ കൊണോട്ടേഷൻ. ഡിനോട്ടേഷൻ ആദ്യമാണ് പഠിക്കേണ്ടത്. എന്താ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്ഷണറി മീനിങ് ആണ്, ആദ്യ തലത്തിലെ അർത്ഥം. അത് മനസ്സിലായിട്ട് വേണം ഉള്ളിലേക്കുള്ള ആന്തര അർത്ഥത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനെന്നും പറയുന്നുണ്ട്. ആദ്യം അറിയേണ്ടത് ഏതാണെന്നാണ് പറയുന്നത്? ഡിനോട്ടേഷൻ. അതിനുശേഷം മാത്രമേ കൊണോട്ടേഷൻ അറിയാൻ പാടുള്ളൂ. വി ഷുഡ് സ്റ്റഡി ദാറ്റ് ഈസ് ദ വേസ് ഇൻ വിച്ച് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ പ്ലോട്ട് ആർ പ്രസൻറ്റഡ് ബിഫോർ വി സ്റ്റാർട്ടഡ്. പ്ലോട്ട്സിനെ പറ്റി പറയുന്നു. മീനിങ് പല രീതിയിലുണ്ടായിരിക്കും. സിംബോളിക് ഉണ്ട്, ഫിലോസഫിക്കൽ ഉണ്ട്, ആൻഡ് ഹ്യൂമൻ മെസ്സേജസ് ആർ പ്രസൻറ്റഡ് ആൻഡ് ഫോർ വി സ്റ്റഡി സച്ച് തിങ്സ് ആസ് എ സ്റ്റൈൽ, റണ്ണർ ആൻഡ് പോയറ്റിക് മൂഡ് ഒക്കെ നമുക്ക് പറയണം. അവരുടെ അഭിപ്രായത്തിൽ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു മെറ്റ്സ്, ബിക്കോസ് ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് ദ ബേസിക് മെറ്റീരിയൽ ഓഫ് ദ ഫിലിമിൻ്റെ ബേസിക് മെറ്റീരിയൽ എന്ന് തരുന്നത് എന്തായിരിക്കും? ഡിനോട്ടേഷൻ ആയിരിക്കും. അതിൻ്റെ സൗണ്ടുകളായിക്കോട്ടെ, ഇമേജസ് ആയിക്കോട്ടെ, പ്രസൻസ് എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്ലോട്ട് ഓർ സ്റ്റോറി. സോ ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഡിനോട്ടേഷനാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിനോട്ടഡ്. അതർ വേർഡ്സ് ദ ബേസിക് മെറ്റീരിയൽ ഓഫ് ദ ഫിലിം ഇസ് ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൈൻ ഓഫ് ഡിനോട്ടേഷൻ ആണ് അക്കോർഡിംഗ് ടു മെറ്റ്സ്. മെറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ ഡിനോട്ടേഷനാണ് ഏറ്റവും ആദ്യം വരുന്നത്, അതിന് പ്രാധാന്യം കൊടുക്കണം. കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നർ മീനിങ് ആണ്, അത് സെക്കൻഡറി ആണെന്നാണ് പറയുന്നത്. ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രസൻറ്റ്. ഡയറക്റ്റായിട്ട് നമുക്ക് ആ അർത്ഥം കാണാൻ പറ്റില്ല. ബൈ ദ ബേസിക് മെറ്റീരിയൽസ് ഓഫ് ദ ഫിലിം ഇൻ ദ വേ ദാറ്റ് ദ ഡിനോട്ടേഷൻ ഓഫ് ദ പ്ലോട്ട് ഈസ് കൊണോട്ടേഷൻ ഈസ് ഇൻ ഫാക്ട് ദ പാർട്ട്ലി ഇൻഡിക്കേറ്റഡ് ബൈ ഡിനോട്ടേഷൻ. ഡിനോട്ടേഷനിൽ നിന്ന് തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കൊണോട്ടേഷനും കിട്ടുന്നത്. What happens in the film has a certain significance given the way in which it is presented. This significance is connotated. The connotation is what is signified by a sign. ഒരു സൈൻ സിഗ്നിഫൈ ചെയ്ത് നമുക്ക് ഇന്നർ മീനിങ് മനസ്സിലാകുമ്പോൾ മാത്രമേ അതെന്താവുള്ളൂ? കൊണോട്ടേഷൻ ആവുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡിനോട്ടേഷൻ ബേസിക്കും അതിൻ്റെ സൗണ്ട് ഇമേജസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് പഠിക്കണം. ഡിനോട്ടേഷനാണ് സീരീസ് ഓഫ് ഇവൻറ്റ്സ് നമുക്ക് പറഞ്ഞു തരുന്ന പ്ലോട്ട് ഓർ സ്റ്റോറി. കൊണോട്ടേഷൻ എപ്പോഴും സെക്കൻഡറി ആണ്. വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫിലിം അതിന് സർട്ടൻ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ആ ഒരു പ്രാധാന്യമാണ് നമുക്ക് കൊണോട്ടേഷൻ മനസ്സിലാക്കി തരുന്നത്. വി ആർ ദെയർഫോർ ടു ആസ്ക് ദ ഫസ്റ്റ് ഹൗ നെറേറ്റീവ് ഫിലിംസ് പ്രസൻറ്റ് ദെയർ പ്ലോട്ട്. അത് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട്. വി ഷുഡ് ആസ്ക് ഈസ് ഹൗ നെറേറ്റീവ് ഫിലിംസ് പ്രസൻറ്റ് ദെയർ പ്ലോട്ട്. എങ്ങനെയാണ് നെറേറ്റീവ് സിനിമകൾ അതിൻ്റെ പ്ലോട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്? പറയുന്നു, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലിംഗ്വിസ്റ്റിക് ഡിനോട്ടേഷൻ ആൻഡ് ഫിലിമിക് ഡിനോട്ടേഷൻ. ലിംഗ്വിസ്റ്റിക് ഭാഷാപരമായിട്ടുള്ള ഡിനോട്ടേഷനും സിനിമാപരമായിട്ടുള്ള ഡിനോട്ടേഷനും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്.
ഇവിടെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഡിനോട്ടേഷൻ ഡിസൈഡ് ചെയ്യുന്നത് കൺവെൻഷനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രറി ആണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ആർബിട്രറി ആണെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ വേർഡ് ഡോഗ്, ആ ഒരു ഡോഗിന് 4 കാലുള്ള നമ്മൾ പറയുന്ന ഒരു നായ എന്ന കൺസെപ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷയിൽ ഡിഫറെൻ്റ് ആയ വേർഡ്സും ആണ്. സോ ഇവിടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആർബിട്രറി ആണ്. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നതും. ഓക്കെ, ഇവിടെ എക്സാമ്പിളായിട്ട് അതിനെപ്പറ്റി പറയുന്നുമുണ്ട്. ഓക്കെ, ഡോഗ് ഒരു എക്സാമ്പിളാക്കി എടുക്കണമെങ്കിൽ ആക്ച്വൽ ഡോഗുമായിട്ട് ഡോഗ് എന്ന് പറഞ്ഞ വാക്കിന് യാതൊരു മീനിങ്ങും ഇല്ല. കാരണം എന്താ, മലയാളീസ് അതുപോലെ തന്നെ മലയാളീസ് ചോർ, നമ്മൾ കഴിക്കുന്ന റൈസിന് ചോറ് എന്ന് പറയും. പക്ഷെ നോർത്തിൽ ആ വാക്കിനർത്ഥം എന്താ, തീഫാണ്. സോ അപ്പോൾ ആ ഒരു ആർബിട്രറിനെസ് ആണ് പറയുന്നത്. ആ ഫിലിം ഷോട്ട് ഹവർ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ കൺവെൻഷൻസ്. പക്ഷെ അങ്ങനെയല്ല ഒരു ഫിലിം ഷോട്ട്. എ മാൻ ഓൺ എ ഹോഴ്സ് ഈസ് എ മാൻ ഓൺ എ ഹോഴ്സ്. കുതിരപ്പുറത്തുള്ളൊരു മനുഷ്യനാണെങ്കിൽ കുതിരപ്പുറത്തുള്ള മനുഷ്യൻ തന്നെയാണ്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഇൻ്റർപ്രിട്ടേഷൻ. ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കുക. പക്ഷേ അങ്ങനെ ഒരു ലാംഗ്വേജിൽ കാണുന്ന ഒരു ആർബിട്രറിനെസ് നമുക്ക് ഫിലിമിക് ആയിട്ടുള്ള രീതിയിൽ കാണാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് അവിടെ മെറ്റ്സ് പറയുന്ന ഒരു വലിയ കാര്യമായിട്ട് പറയുന്നത്. വൺ ബിഗ് ഡിഫറൻസ് എന്ന് പറയുന്നുണ്ട് മെറ്റ്സ്. ലിംഗ്വിസ്റ്റിക് ഡിനോട്ടേഷൻ ലാർജ്ലി കൺവെൻഷനലാണ്. വേർഡ് ഹോഴ്സ് മീൻസ് denotes the horse and man denotes man. But it could have been otherwise. The word man could have been denoted horses and horse could not be denoted man. അങ്ങനെ അങ്ങോട്ടും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു ആർബിട്രറിനെസ്സിനെ പറ്റിയാണ് പറയുന്നത്. A shot of the man on a horse as an immediate and natural interpretation then does not depend on a filmic conventions. ഇനി മറ്റൊരു കാര്യം മെറ്റ്സ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനദർ തിങ് മെറ്റ്സ് സേസ് ഈസ് ദാറ്റ് എ ഫിലിം ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് സിൻടാക്സ്. സിനിമയ്ക്കൊരു സിൻടാക്സ്, ഒരു ഘടനയുണ്ട് എന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. എന്താ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ്. അങ്ങനെ വല്ലാത്തൊരു അറേഞ്ച്മെൻറ്റ് നമുക്ക് ഫിലിമിൽ കാണാൻ പറ്റില്ല. ലുക്ക് അറ്റ് ദ 2 ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. 2 ഡിഫറൻസസ് പറയാണ്. ദ ഫാദർ ബീറ്റ് ഹിസ് സൺ, ദ സൺ ബീറ്റ് ഹിസ് ഫാദർ. 2 സെൻറ്റൻസുകൾ. ഫാദർ ബീറ്റ് ഹിസ് സൺ, ദ സൺ ബീറ്റ്സ് ഹിസ് ഫാദർ. 2 സെൻറ്റൻസ് ആയിട്ട് പറയുകയാണ്. അങ്ങനെ 2 സെൻറ്റൻസ് പറയുമ്പോൾ ഓൺലി ദ സിൻടാക്സ് ഇസ് ഡിഫറെൻറ്റ്. 2 സെൻറ്റൻസിലുള്ള വാക്കുകൾ സെയിം തന്നെയാണ്, ഘടന മാത്രമാണ്, അറേഞ്ച്മെൻറ്റ് മാത്രമാണ് വ്യത്യാസം. പക്ഷേ അർത്ഥത്തിൽ എന്താണ് മാറ്റം വന്നു അല്ലേ. പക്ഷേ നോ യൂണിറ്റ് ഇൻ ദ ഫിലിം കറസ്പോണ്ട് ടു ദ വേർഡ് ഇൻ ദ ലാംഗ്വേജ് ആസ് ഈവൻ ദ സ്മോളസ്റ്റ് യൂണിറ്റ്. ഇങ്ങനെ എല്ലാ സിനിമയിൽ എന്ന് പറയാണ്. ദ ഇമേജ് ഈസ് അറ്റ് ദ ലെവൽ ഓഫ് എ സെൻറ്റൻസ് ഓർ എവറി പാരഗ്രാഫ്. ആസ് ഷോർട്ട് ഓഫ് എ റിവോൾവർ ഡസ് നോട്ട് റെസ്പോണ്ട് ടു ദ വേർഡ് റിവോൾവർ. ഇനി ഒരു ഷോർട്ട് ഒരിക്കലും എന്തിന് റെസ്പോണ്ട് ആവില്ല, വേർഡ് റിവോൾവർക്ക്. ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് റിവോൾവർ. ദർ കാൺ ബി ആൻ അൺഗ്രാമാറ്റിക്കൽ ഷോർട്ട് ബട്ട് എ സെൻറ്റൻസ് ക്യാൻ ബി അൺഗ്രാമാറ്റിക്കൽ സീക്വൻസ് ഓഫ് വേർഡ്. അൺഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് പോലും സിനിമയിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ അൺഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഒരുപാട് സെൻറ്റൻസസുകൾ സീക്വൻസസുകൾ നമുക്ക് വേർഡ്സിൽ കാണാനായിട്ട് പറ്റും. ഇതാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, മെറ്റ്സ് പറയുന്നു, ആൻ ഇമ്പോർട്ടൻറ്റ് സെൻസ് ഇൻ വിച്ച് ഫിലിം ഡസ് നോട്ട് സിൻടാക്സ് ഉണ്ടാവില്ല. നോ സിഗ്നിഫിക്കൻറ്റ് യൂണിറ്റ് ഇൻ ഫിലിം കറസ്പോണ്ട് ടു ദ വേർഡ് ഇൻ ദ ലാംഗ്വേജ് എന്ന് പറയുന്നുണ്ട് റിവോൾവറിൻ്റെ കാര്യം. ഇനി ദർ ആർ നെവർത്തിലെസ് സെർട്ടൻ റൂൾസ് ആൻഡ് കൺവെൻഷൻസ് അല്ലെങ്കിൽ കോഡ്സ് വിച്ച് ഇൻ ദ നെറേറ്റീവ് ഫീച്ചർ ഫിലിം എക്സ്പ്ലോയിറ്റ് ഇൻ ഓർഡർ ടു ഇൻഡിക്കേറ്റ് ദെയർ ഡിനോട്ടേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ ടാസ്ക് ഓഫ് ദ ഫിലിം സെമിയോട്ടിക്സ് ആസ് മെറ്റ്സ് കൺസീവ് ഇറ്റ് ടു സ്പെസിഫൈ ദീസ് കോഡ്സ് ആൻഡ് സേ ഹൗ ദേ വർക്ക്. ദർ ആർ സെർട്ടൻ കൺവെൻഷൻസ് ഓഫ് ഫിലിമിക് പങ്ക്ച്വേഷനെ പറ്റി ചില കൺവെൻഷൻസ് ഉണ്ട്. കൺസേണിങ് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫേഡ് ആസ് ഓപ്പോസിറ്റ് ടു ഡിസോൾവ്. ഫേഡ് ആക്കുന്നതിൽ ഡിസോൾവ് ആക്കുന്നതിൽ എക്സാമ്പിൾ പറയുന്നു. മെസ് സജസ്റ്റ് ദാറ്റ് ഫിലിംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എ സീരീസ് ഓഫ് മിനിമൽ സീക്വൻസസ്. അതിനെന്തെന്നാണ് വിളിക്കുന്നത്, സിൻടാഗ്മാസ് എന്നാണ് വിളിക്കുന്നത്. സിൻടാഗ്മാസ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ് ഓൺ ദ ബേസിസ് ഓഫ് മൊണ്ടാഷ് ആൻഡ് വാട്ട് ദ മൊണ്ടാഷ് സിഗ്നിഫൈസ്. ഇങ്ങനെ ഓരോ സിൻടാഗ്മാസിനെയും നമുക്ക് മനസ്സിലാവുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എഡിറ്റ് ചെയ്യുന്ന മൊണ്ടാഷ് സിഗ്നിഫൈസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിനെ അദ്ദേഹം ഡിസ്ക്രിപ്റ്റീവ് സിൻടാഗ്മ എന്നും പറയുന്നുണ്ട്. ഇനി മറ്റ് സീരീസ് ഓഫ് ഷോർട്ട് ഷോയിങ് വേരിയസ് എഫക്ട്സ് ഓഫ് വാർ കുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് വാട്ട് ഹി കോൾസ് ബ്രാക്കറ്റ് സിൻടാഗ്മ എന്നാണ് വിളിക്കുന്നത്. എന്താ ബ്രാക്കറ്റ് സിൻടാഗ്മയുടെ പ്രത്യേകത? ഇൻ വിച്ച് എ നമ്പർ ഓഫ് തിങ്സ് ആർ ഗ്രൂപ്പ് ടുഗദർ. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചായിട്ട് ഗ്രൂപ്പ് ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് സർട്ടൺ അസോസിയേഷൻ എമോങ് ദോസ് തിങ്സ്. ഈ വസ്തുക്കൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ബ്രാക്കറ്റ് സിൻടാഗ്മ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സീരീസ് മൈറ്റ് ഷോ ഓൾട്ടർനേറ്റീവ് ഷോട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് ആക്ഷൻ. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ഷനുകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷോട്ട്സ് ആണ് അവിടെ കാണുക.
two parties at the opposite ends. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് രണ്ടാളുകൾ രണ്ട് സ്ഥലത്ത് ടെലിഫോണായിട്ട് കോൺവെർസേഷൻ നടത്തുമ്പോൾ അവർ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷോട്ടുകളായിട്ടാണ് കാണുക. അക്കോർഡിംഗ് ടു മെറ്റ്സ് ദർ ആർ ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് അതർ പോസിബിൾ സിൻടാഗ്മാസ് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെറ്റ്സ് പറയുന്നൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസും കൺവെൻഷൻസും പറയുന്നുണ്ട്. പിന്നെ ആ സിൻടാഗ്മാറ്റസും മറക്കരുത് കേട്ടോ. സിൻടാഗ്മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സീരീസ് ഓഫ് മിനിമൽ സീക്വൻസ്. മിനിമൽ സീക്വൻസ് കൊണ്ടാണ് സിനിമ ഉണ്ടാക്കിയത്. ആ മിനിമൽ സീക്വൻസിനെയാണ് സിൻടാഗ്മാസ് എന്ന് പറയുന്നത്. ഇനി ആ സീരീസ് ഓഫ് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് എ ഹൗസ് ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് സിൻടാഗ്മ. ഒരു ഹൗസിനെ പറ്റി തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യൂസ് വരുമ്പോൾ അതിനെ ഡിസ്ക്രിപ്റ്റീവ് സിൻടാഗ്മ എന്ന് പറയുന്നുണ്ട്. അനദർ സീരീസ് ഓഫ് ഷോർട്ട് ഷോയിങ് വേരിയസ് എഫക്ട്സ് ഓഫ് വാർ, യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനെ ബ്രാക്കറ്റ് സിൻടാഗ്മ എന്ന് പറയുകയാണ്. അവിടെ നമ്പർ ഓഫ് തിങ്സ് ഗ്രൂപ്പ് ചെയ്യുകയാണ്, അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ട്. അപ്പോൾ സിൻടാഗ്മ എന്താണെന്ന് പഠിക്കണം. ഡിസ്ക്രിപ്റ്റീവ് സിൻടാഗ്മ എന്ന് പറയണം. ഡിസ്ക്രിപ്റ്റീവ് സിൻടാഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? സീരീസ് ഓഫ് ഡിഫറെൻറ്റ് വ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നത് ആഫ്റ്റർ ഗെറ്റിംഗ് ടു നോ വേരിയസ് സിൻടാഗ്മാസ്, കുറേ സിൻടാഗ്മാസിനെ പറ്റി അറിയുമ്പോൾ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസ്കവറിങ് ദ വേരിയസ് കോണോട്ടേറ്റീവ് കോഡ്സ് എക്സ്പ്ലോയിറ്റഡ് ഇൻ ദ സിനിമ. അടുത്തത് അറിയേണ്ടത് സിനിമയിൽ ഡിനോട്ടേറ്റീവ് ആയിട്ടുള്ള കോഡ്സുകൾ, അതായത് ബേസിക് ലെവലിലുള്ള കോഡുകൾ ഏതൊക്കെയാണ്. വി മസ്റ്റ് ക്ലാസിഫൈ ദീസ് കോഡ്സ് ഇൻ ദർ ടേംസ് ഓഫ് ദർ ജനറാലിറ്റി. എത്രത്തോളം ജനങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന അടിസ്ഥാനത്തിൽ, അതിൻ്റെ ജനറാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ കോഡുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെന്ന് പറയാണ്. സം ആർ റെലവൻറ്റ്, ചിലത് എന്തായിരിക്കും ഭയങ്കര റെലവൻ്റ് ആയിരിക്കും, അതേസമയം ചിലതിന് അത്ര റെലവൻസ് ഉണ്ടായിരിക്കണമെന്നും ഇല്ല. സം ആർ റെലവൻറ്റ് ഓഫ് നെറേഷൻ, ചിലത് എന്തിനാണ് നെറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. സം ടു ഡിസ്ക്രിപ്ഷൻ, ചില കോഡുകൾ എന്തിനാണ് ഉപയോഗിക്കുക വിവരിക്കാനായിട്ട്. സം ടു ഫോട്ടോഗ്രാഫിക് ഇമേജസ്, ചിലപ്പോൾ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ട്. ആൻഡ് സം ടു സീക്വൻസ് ഇമേജസ്, ഒരു കോമിക് സ്ട്രിപ്പ് പോലെ സീക്വൻസ് ചെയ്യാനും ഉപയോഗിക്കും. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. മെറ്റ്സ് പറയുന്നു ആ ഒരു കോഡുകളെ പറ്റിയിട്ടും സബ് കോഡുകളെ പറ്റിയിട്ടും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പല രീതിക്ക് നമ്മൾ ഈ കോഡുകൾ ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് അവിടെ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആർ സ്റ്റൈൽസ് ആൻഡ് റണ്ണർ. ഓരോ സിനിമയിലെ സ്റ്റൈൽ എന്താണ്, റണ്ണർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ആ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏതിൽ വിഭാഗത്തിൽ പെടും എന്ന് നോക്കാം. നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ ഡ്രസ്സിൻ്റെ കോഡുകൾ, ബിഹേവിയർ, ഏത് ലാൻഡ്സ്കേപ്പാണ്, ഇനി അത് വെസ്റ്റേൺ ആണോ അല്ലെങ്കിൽ വേറെ റണ്ണറാണോ എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. വി ക്യാൻ ഓൾസോ സ്റ്റഡി ദ കോഡ് ഡിഫറെൻറ്റ് ഡയറക്ടേഴ്സ് ടെൻസ് ടു യൂസ്. പല ഡയറക്ടേഴ്സിൻ്റെ കോഡുകളും നമുക്കിവിടെ മനസ്സിലാവാൻ പറ്റും. അതാണ് പറയുന്നത് വി ക്യാൻ സ്റ്റഡി ദ സോർട്സ് ഓഫ് കോഡ്സ് എ പർട്ടിക്കുലർ ഡയറക്ടർ എ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ടെൻസ് ടു യൂസ്. അതും കാണാനായിട്ട് പറ്റും. അടുത്ത പാരഗ്രാഫ് ലോങ് പാരഗ്രാഫാണ്. അവിടെ മെറ്റ്സ് പ്രൊപ്പോസൽ സമ്മറൈസ് ചെയ്യുന്നതാണ്. മെറ്റ്സിൻ്റെ അഭിപ്രായം സമ്മറൈസ് ചെയ്യുന്നതാണ്. മെറ്റ്സ് എന്താ പറഞ്ഞത്? മെറ്റ്സ് വോണ്ട്സ് അസ് ടു സ്റ്റഡി ദ ഡിനോട്ടേഷൻ ഫസ്റ്റ്. ആദ്യം പറഞ്ഞ പോലെ മെറ്റ്സിന് നമുക്ക് എന്ത് തന്നെ പഠിക്കണമായിരുന്നു? മെറ്റ്സിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കേണ്ടത് എന്താണ്? നോക്കേണ്ടത് ഡിനോട്ടേഷൻ തന്നെയാണ്. ബട്ട് ദർ ഈസ് എ പ്രോബ്ലംസ് ഹിയർ. ഒരു പ്രോബ്ലത്തെ പറ്റി മെറ്റ്സ് പറയുന്നുണ്ട്. ഹിസ് ഡെഫിനീഷൻ ഓഫ് ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ ആർ ഓവർലാപ്പിംഗ്. ചിലപ്പോൾ നമുക്ക് തോന്നും അദ്ദേഹത്തിൻ്റെ ഡിനോട്ടേഷൻ്റെയും കൊണോട്ടേഷൻ്റെയും ഡെഫിനീഷൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നും. വി ഡോണ്ട് നോ വേർ ദ ഡിനോട്ടേഷൻ സ്റ്റോപ്പ്. എവിടെ ഡിനോട്ടേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു, എവിടെ കൊണോട്ടേഷൻ തുടങ്ങുമെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. ഹിവൺ ഈസ് വ്യൂസ് ഓൺ സിൻടാഗ്മാസ് ആർ നോട്ട് ലോജിക്കൽ ആൻഡ് ക്ലിയർ. നേരത്തെ പറഞ്ഞ സിൻടാഗ്മാസ് അതിൽ തന്നെ വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സിൻടാഗ്മാസ് അതും ചിലപ്പോഴൊക്കെ ലോജിക്കലാണ്, ക്ലിയർ ആണെന്ന് നമുക്ക് തോന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മെറ്റ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങളെയാണ് ഇവിടെ സമ്മറൈസ് ചെയ്തിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് സോ മെറ്റ്സ് ഡെഫിനീഷൻ ഓഫ് ദിസ് കൊണോട്ടേഷൻ ഡിനോട്ടേഷൻ ഡിസ്റ്റിങ്ഷൻ കനോട്ട് ബി യൂസ്ഡ് ഫോർ ഹിസ് പർപ്പസസ്. അദ്ദേഹം ഡിനോട്ട് ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഈ ഡെഫിനീഷൻ ഡിനോട്ടേഷനും കൊണോട്ടേഷനും മെറ്റ്സ് ഡെഫിനീഷൻസ് കൊണ്ടുവന്നാലും അത് ചിലപ്പോൾ പല പർപ്പസസിനും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയിരുന്നില്ല എന്നും പറയുന്നുണ്ട്. Nor can he say simply that he wants first to restrict himself to examine the semiotic mechanism by which the story of film is indicated. That is arbitrary unless there is a clear distinction between the ways in which the plot is indicated and the way.
വേസ് ഇൻ ദ അതർ ആസ്പെക്ട്സ് ഓഫ് മീനിങ് ആർ ഇൻഡിക്കേറ്റഡ്. മെത്സിൻ്റെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു അത്. നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് സിൻഡാഗ്മാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ബ്രാക്കറ്റ് സിൻഡാഗ്മയുടെ കാര്യത്തിലും. എന്താ ബ്രാക്കറ്റ് സിൻഡാഗ്മ എന്ന് പറഞ്ഞ സീരീസ് ഓഫ് ഷോർട്സ് ഷോയിങ് തിങ്സ് ബിറ്റ്വീൻ സം റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് അതിനെ ഗ്രൂപ്പ് ചെയ്യാമെന്നാണ്. ആൻഡ് നോട്ട് ഷോയിങ് സംതിങ് ദാറ്റ് വുഡ് നോർമലി ബി കൺസിഡേർഡ് പാർട്ട് ഓഫ് പ്ലോട്ട്. The relation presented in this way cannot clearly be distinguished from the sorts of suggestions and human and philosophical messages that Metz counts as a part of connotation. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരികയാണ്. അടുത്തത് nor his criticism Metz merely theoretical, for in fact മെറ്റ്സിൻ്റെ ക്രിറ്റിസിസം തിയറട്ടിക്കൽ ആണ് നമുക്ക് പറയാൻ പറ്റില്ല. Metz has been developing his account of film language for over a decade in many articles. പല ആർട്ടിക്കിളിലും എഴുതിയത് അദ്ദേഹം ഒരു ഡിക്കേഡ് ആയിട്ടുണ്ട്. ഒരു 10 വർഷമൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി എഴുതിയാലും. എന്നാലും നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് അവിടെ തോന്നും. ആൻഡ് ഇൻ 3 ലാർജ് ബുക്സ് 3 ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻ ഹിസ് അനാലിസ് റിമെയിൻസ് ഓൾമോസ്റ്റ് എൻറ്റയർലി പ്രോഗ്മാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. ദ ഓൺലി സബ്സ്റ്റാൻഷ്യൽ റിസൾട്ട് ദാറ്റ് ഹി ഹാസ് അച്ചീവ്ഡ് കൺസേൺ ഹിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിൻഡാഗ്മാസ്, എ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും അതിന് ഇല്ല. ദാറ്റ് ലീഡ്സ് ടു സോളിറ്റ്യൂഡ് ഇൻ ദ പ്രാക്ടീസ് ഈസ് ക്ലിയർലി സസ്പെക്റ്റ്. അടുത്തൊരു പാരഗ്രാഫിൽ ദിസ് സജസ്റ്റ് ദാറ്റ് ദർ ആർ പ്രാക്ടിക്കൽ ആസ് വെൽ ആസ് തിയററ്റിക്കൽ റീസൺ ഫോർ ദ ഫിലിം സെമിയോട്ടിഷ്യൻ ടു സ്റ്റഡി എക്സാക്ട്ലി ദോസ് ആസ്പെക്ട്സ് ഓഫ് ഫിലിം സിഗ്നിഫിക്കേഷൻ ദാറ്റ് മെറ്റ്സ് അസൈൻസ് ടു കൊണോട്ടേഷൻ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് പീറ്റർ വൂളൻ പർപ്പസസ് ടു ഡു. ഇനി നമ്മുടെ മെറ്റ്സിനെ പറ്റിയ പല കാര്യങ്ങളും പിന്നീട് ഡിസ്ക്രൈബ് ചെയ്ത് വരുന്നത് ആരാണ്? പീറ്റർ വൂളനാണ്. പീറ്റർ വൂളൻ്റെ അഭിപ്രായത്തിൽ ഹി ബിലീവ്സ് ആസ് ഡസ് മെറ്റ്സ് ചെയ്ത പോലെ ദാറ്റ് ദ സ്റ്റഡി ഓഫ് ഫിലിം ഷുഡ് ടേക്ക് ദ ഫോം ഓഫ് സെമിയോട്ടിക്സ് ഓഫ് ദ സിനിമ. ഒരു സിനിമ പഠിക്കണമെങ്കിൽ നമ്മൾ സിനിമയിലെ ഭാഷ സെമിയോട്ടിക്സ് അല്ലെങ്കിൽ ഭാഷ എന്ന് പറയാൻ പറ്റില്ല, സിസ്റ്റം ഓഫ് സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞു. ബട്ട് ഹി ഡസ് നോട്ട് എഗ്രി വിത്ത് മെറ്റ്സ് പ്രയോറിറ്റീസ്. പക്ഷെ മെറ്റ്സ് കൊടുത്ത ആ പ്രയോറിറ്റീസിനൊന്നും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല. ആദ്യം കൊണോട്ടേഷൻ കൊടുക്കണം, പിന്നെ മെറ്റ്സിൻ്റെ സിൻഡാഗ്മ, അതിനോടൊന്നും വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. വൂളൻ ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് ടു ബ്രിങ് ഔട്ട് ദ ട്രൂ മീനിങ് ഓഫ് ഇൻ എ സിനിമ, അല്ലെങ്കിൽ സിനിമയിലെ യഥാർത്ഥത്തിലുള്ള ഒരു അർത്ഥം കൊണ്ടുവരാൻ ഹി മസ്റ്റ് ഫോളോ ദ തിയറി ഓഫ് സയൻസ്. സയൻസിൻ്റെ തിയറി ഫോളോ ചെയ്യണം. ആസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ഫിലോസഫർ C.S. പിയേഴ്സി എന്ന് പറഞ്ഞു. പിയേഴ്സിയുടെ ഒരു ഫിലോസഫി ഫോളോ ചെയ്യണം, എന്നാലേ സിനിമയിലെ യഥാർത്ഥ അർത്ഥം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് വൂളൻ പറഞ്ഞത്. ഇവിടെ പിയേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താ? സൈന് 3 ആസ്പെക്റ്റുകളാണ് പിയേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്: ഐക്കോണിക്, ഇൻറ്റൻസിക്കൽ ആൻഡ് സിംബോളിക്. അമേരിക്കൻ ഫിലോസഫർ C.S. പിയേഴ്സിൻ്റെ ഇത് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻ പർട്ടിക്കുലർ വി മസ്റ്റ് റീകോൾ പിയേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ 3 ആസ്പെക്റ്റുകൾ: ഐക്കോണിക്, ഇൻറ്റൻസിക്കൽ ആൻഡ് സിംബോളിക്. ഇത് 3 അടുത്തത് നമ്മളിവിടെ ഇനി പീറ്റർ വൂളൻ പറഞ്ഞ കാര്യങ്ങളാണ്. എ സൈൻ ഈസ് എൻ ഐക്കൺ ദാറ്റ്. ഇനി എന്താ സൈൻ എന്ന് പറഞ്ഞത്? സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐക്കണാണെന്ന് പറഞ്ഞു. വേർ ദർ ഇസ് സം കൈൻഡ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഓർ സ്ട്രക്ചറൽ റിസംബ്ലൻസ് ബിറ്റ്വീൻ ദ സൈൻ ആൻഡ് വാട്ട് ഇറ്റ് സിഗ്നിഫൈസ്. സൈനും സിഗ്നിഫൈസും തമ്മിലുള്ള ഒരു റിസംബ്ലൻസ് കാണിക്കാനാണ് സൈൻ ഉപയോഗിക്കുക. ഇപ്പോൾ പെയിൻറ്റിങ്സ്, ഡയഗ്രാംസ്, കളർ സാമ്പിൾസ് അതൊക്കെ എന്തുതന്നെയാണ്? ഐക്കണാണ്. അതേസമയം എ സൈൻ ഈസ് ആൻ ഇൻഡെക്സ് ആൻഡ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഡിപ്പെൻഡ് ഓൺ എ റിയൽ കണക്ഷൻ ബിറ്റ്വീൻ ദ സൈൻ ആൻഡ് വാട്ട് ഇറ്റ് സിഗ്നിഫൈസ്. പ്രോപ്പർ നെയിംസുകൾ, ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രോനൗൺസുകൾ, അതൊക്കെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? സൈൻ ആണെന്ന് പറയാൻ പറ്റും. സൈൻ ഒരു എക്സ്റ്റെൻറ്റ് വരെ എന്താണ്? സിഗ്നിഫിക്കൻസ് ഡിപ്പെൻഡ് ഓൺ ഹ്യൂമൻ കൺവെൻഷൻ. ഓരോ സൈനിൻ്റെയും അർത്ഥം വരുന്നത് മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആർബിട്രറി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ലാബൽസ് ഓൺ ഡയഗ്രാംസ്, ചൈനീസ് ഐഡിയോഗ്രാംസ്, ഇംഗ്ലീഷ് വേർഡ് ആർ മെയിൻലി സിംബൽസ് എന്ന് പറയാം. ഇവിടെ സൈനിനെ പറ്റി പറയുന്നത് നോക്കുക. ഈസ് ആൻ ഐക്കൺ ടു എക്സ്റ്റെൻഡ് ദാറ്റ് സിഗ്നിഫിക്കൻസ് ഡിപ്പെൻഡ് ഓൺ ദ ഇന്നർ നേച്ചർ ഓഫ് ദ സൈൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി മോസ്റ്റ് സൈൻസ് ഹാവ് മോർ ദാൻ 1 ആസ്പെക്റ്റ്. ഓരോ സൈനിനും എന്താണ്? ഒന്നിൽ കൂടുതൽ അർത്ഥതലങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അർത്ഥമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. A sentence of English will have a symbolic aspects because of the convention of which the meaning of the words depend. അതിന് പറയുന്നത് ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസിന് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അടിസ്ഥാനമാക്കി ഒരു സിംബോളിക് ആയിട്ടുള്ള അർത്ഥം ഉണ്ടാവും. അതിനൊരു ഇൻറ്റൻസിക്കൽ ആയിട്ടുള്ള ഒരു അർത്ഥവും കാണും. അതുപോലെ തന്നെ വാക്കുകളുടെ ക്രമീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു ഐക്കോണിക് ആയിട്ടുള്ള അർത്ഥമുണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള അർത്ഥം ചിലപ്പോൾ അടയാളങ്ങൾക്ക് കിട്ടുക എന്ന് പറയാണ്. അതുപോലെ ഫോട്ടോഗ്രാഫിനാണെങ്കിൽ ഒരു ഇൻറ്റൻസിക്കൽ തലമുണ്ട്. കാരണം അതും അതിൻ്റെ ഒബ്ജക്റ്റുമായി അതിന് നേരിട്ടൊരു ബന്ധമില്ല. സോ ആ ഒരു സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അർത്ഥം കിട്ടും.
അതിനൊരു ഐക്കോണിക് തലം ഉണ്ടെന്ന് പറയുന്നത്. കാരണം അവ തമ്മിലുള്ള സാമ്യം കൊണ്ട് അതിനൊരു സിംബോളിക് ആയിട്ടുള്ള തലം വരുന്നു എന്നാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫിക്ക് കണ്ടിട്ട് അതിലെ സാധനത്തെയും വ്യക്തിയെയും തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും അല്ലേ? ഒരു ഫോട്ടോ കാണുമ്പോൾ സാധനം വ്യക്തി നമുക്ക് മനസ്സിലാവും. ഈ ക്ലാസിഫിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തി വോളൻ പറയുന്നത് സിനിമയിൽ പ്രാധാന്യം, അത് നമ്മൾ ആദ്യമേ പറഞ്ഞു, എന്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിക്കൽ, ഐക്കോണിക് എന്നീ തലങ്ങൾക്കാണെന്ന് പറഞ്ഞു. സിംബോളിസത്തിന് രണ്ടാമത്തെ സ്ഥാനമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഐക്കോണിക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്നതാണ് എന്ന അടിസ്ഥാനം. ദെൻ ഇൻറ്റൻസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സിറ്റുവേഷൻ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വൂളൻ പറയുന്നത്. ഇനി അടുത്തൊരു പാരഗ്രാഫിൽ വൂളൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് സയൻസ്, ഇനി അടുത്തൊരു പാരഗ്രാഫിൽ ഫോട്ടോഗ്രാഫിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്ത ഒരു പാരഗ്രാഫിൽ വൂളൻ സീസ് ദാറ്റ് ഓൾദോ സയൻസ് ആർ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ്. സയൻസിൻ്റെ ഉദ്ദേശം എന്താണ്? ആശയവിനിമയമാണ് അല്ലെ, മെസ്സേജസ് പാസ് ചെയ്യാണ്. ദേ ആർ നോട്ട് യൂസ് ദ വേ ഇൻ ഫിലിംസ്. പക്ഷെ പലപ്പോഴും അത് സിനിമയിൽ ഉപയോഗിക്കുന്ന രീതിയിലല്ല. എ സയൻറ്റിസ്റ്റ് വർക്കിംഗ് ഔട്ട് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ തിയറി. ഒരു സയൻറ്റിസ്റ്റ് തിയറിയിൽ ഇംപ്ലിക്കേഷൻ ചെയ്യുന്നത്, അതേസമയം മാത്തമാറ്റീഷ്യൻ കാൽക്കുലേഷൻ ചെയ്യുന്നത്, ട്രാവലർ പ്ലാൻ ചെയ്യുന്നത് ഒക്കെ എന്തിന് ആർ ഓൾ യൂസിങ് സയൻസ്. എല്ലാവരും സയൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെൻ ദേ ഡു ദോസ് തിങ്സ്, ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് ട്രൈങ് ടു ഗിവ് എനി മെസ്സേജ് ടു എനി വൺ. ഒരു മെസ്സേജ് പാസ് ചെയ്യാനല്ല അവരിത് ചെയ്യുന്നത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി ചെയ്യുന്നു. സോ ഈസ് എ ഫിലിം മേക്കർ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് സോ ഈസ് എ ഫിലിം മേക്കർ എന്ന് ചോദിക്കുകയാണ്. ലാംഗ്വേജ് ഈസ് ഓഫൺ യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് മെസ്സേജസ്. ലാംഗ്വേജിൻ്റെ ഉദ്ദേശം എന്താ? മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഫിലിം ഈസ് നോട്ട് നോർമലി യൂസ് ഇൻ ദാറ്റ് വേ. സിനിമ അങ്ങനെയല്ല. ഫിലിംസ് ഹാവ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ്. സിനിമയ്ക്ക് അർത്ഥം ഉണ്ടായിരിക്കും, പ്രാധാന്യം ഉണ്ടായിരിക്കും. ബട്ട് ദേ ഡു നോട്ട് ക്യാരി മെസ്സേജസ് എനി മോർ ദാൻ അതർ വർക്ക്സ് ഓഫ് ആർട്ട്. മറ്റ് ഏതൊരു വർക്കിനേക്കാളും കൂടുതലായിട്ട് അതെന്ത് ചെയ്യുന്നു? മെസ്സേജ് പാസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി അപ്പം വൂളൻ്റെ ഫസ്റ്റ് കൺക്ലൂഷൻ അവിടെയാണ് വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് മെറ്റ്സിൻ്റെ ഇതുമായിട്ട് അവിടെ ഒരു ഓപ്പോസിറ്റ് തലത്തിലേക്ക് എത്തുന്ന ഒരു ഐഡിയ ആണ് ഇവിടെ വൂളൻ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വൂളൻ്റെ പല കാര്യങ്ങളും മെറ്റ്സിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മെറ്റ്സിൻ്റെ പല കാര്യങ്ങളും വൂളന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതാണ് ഇവിടെ പറയുന്നത്. വൂളൻ therefore rejects Metz idea that the purpose of film semiotics is to study the ordering and functioning of the main signified units used in the film message. ഓൾറെഡി വൂളൻ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. മെറ്റ്സിൻ്റെ ഐഡിയ എന്തായിരുന്നു? ഫിലിം സെമിയോട്ടിക്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പഠിക്കുക, ഓർഡർ ചെയ്യുക, സിഗ്നിഫൈ ആ ഫങ്ഷൻ ഓഫ് മെയിൻ സിഗ്നിഫൈ യൂണിറ്റ്സിൻ്റെ അതല്ല എന്നാണ് ആര് പറഞ്ഞത്? വൂളൻ പറഞ്ഞത്. To study the ordering and functioning of main signifying units used in filmic message. അതിനെപ്പറ്റി പഠിക്കലല്ല ഫിലിം സെമിയോട്ടിക്സിൻ്റെ മെയിൻ പർപ്പസ് എന്നാണ് വൂളൻ പറയുന്നത്. എന്നിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തിനാണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ബട്ട് ഫിലിം ഈസ് നോട്ട് നോർമലി യൂസ്ഡ് ഇൻ ദ വേ. അങ്ങനെയല്ല ഫിലിമിൽ ഉപയോഗിക്കുന്നത്. ഫിലിമിന് എന്തുണ്ട്? മീനിങ് ഉണ്ട്, അതേസമയം പ്രാധാന്യമുണ്ട്. ദേ ഡു നോട്ട് ക്യാരി മെസ്സേജസ്. വലിയ മെസ്സേജസ് ഒന്നും അത് ക്യാരി ചെയ്യാറില്ല. ആൻഡ് മോർ ദാൻ അതർ വർക്ക്സ് ഓഫ് ആർട്ട്. മറ്റ് വർക്ക് ഓഫ് ആർട്ടിനേക്കാളും. ഇനി അടുത്ത പറയുന്നത് അക്കോർഡിംഗ് ടു വൂളൻ്റെ അഭിപ്രായത്തിൽ വർക്ക്സ് ഓഫ് ആൻ ആർട്ട് എക്സ്പ്ലോയിറ്റ് ആൻഡ് കോൾ അറ്റൻഷൻ ടു വേരിയസ് കോഡ്സ്. ഓരോ വർക്ക്സ് ഓഫ് ആർട്ടാണെങ്കിലും അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഒരു കോഡിലേക്ക് നമ്മുടെ ശ്രദ്ധ വിളിച്ചു വരുത്തും. ദ ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഇൻറ്ററോഗേറ്റ് ദെയർ ഓൺ കോഡ്സ്. ഗ്രേറ്റസ്റ്റ് വർക്ക് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിൻ്റേതായ കോഡ്സുകൾ ഉണ്ടായിരിക്കും. ബട്ട് പിറ്റിംഗ് ദം എഗെയിൻസ്റ്റ് ഈച്ച് അതർ. എക്സാമ്പിളും പറയുന്നുണ്ട്. ബോത്ത് മെറ്റ്സ് ആൻഡ് വൂളൻ സേ ദ ഫിലിംസ് എക്സ്പ്ലോയിറ്റ്. രണ്ടുപേർക്കും ഈ കാര്യത്തിലൊരു അഭിപ്രായമായിരുന്നു. വൂളനും പറഞ്ഞു, മെറ്റ്സും പറഞ്ഞു ഫിലിംസ് എന്തിനാണ് ചില കോഡുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. വാട്ട് ഡു ദേ മീൻ ബൈ കോഡ്സ്? എന്താ ഒരു കോഡ് എന്ന് പറഞ്ഞാൽ? ദ വേർഡ് കോഡ് ഈസ് ഓർഡിനറി യൂസ് ഇൻ ആംബിഗസ്. കോഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ് കോഡ്. ഇറ്റ് ക്യാൻ മീൻ ഐദർ സിഫർ ഓർ സ്റ്റാൻഡേർഡ്സ്. ചിലപ്പോൾ സിഫർ എന്നോ സ്റ്റാൻഡേർഡ് എന്നോ നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇവിടെ മെറ്റ്സും വോളനും ഫിലിമുകളുടെ ചില പ്രത്യേക കോഡുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കോഡുകൾ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കോഡ് എന്ന വാക്ക് സാധാരണ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ക്ലിയർ ആയിട്ട് വരില്ല. എന്താ കോഡെന്ന്? അതിനൊരു അർത്ഥം വായിച്ചെടുക്കുക എന്നാണ്. ആ ഒരു കോഡിലൂടെ നമ്മളൊരു അർത്ഥം വായിച്ചെടുക്കണം. മറ്റൊരർത്ഥം സ്റ്റാൻഡേർഡ് എന്നാണ്. അതുപോലെ തന്നെ ഒരർത്ഥത്തിൽ ഓരോ കോഡിനും എന്തുണ്ടായിരിക്കും? ഒരു സന്ദേശം ഉണ്ടായിരിക്കുന്നതാണ് അല്ലേ? പിന്നെ നമ്മളതിനെ മിലിറ്ററി കോഡ്, ഡ്രസ് കോഡ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഓരോന്നിനും അതിനെന്താണ്? അർത്ഥം ഉണ്ടാവും.
കോഡിന് അർത്ഥം എന്താ? സിഫർ എന്നായതുകൊണ്ട് ഡീകോഡിൻ്റെ അർത്ഥം എന്താണ്? ഡിസിഫർ എന്നായിരിക്കും. സിഫർ ചെയ്യുക, ഡിസിഫർ ചെയ്യുക. കോഡ് ചെയ്യാന്ന് പറയുമ്പോൾ സിഫർ ചെയ്യുക, ഡീകോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ? ഡിസിഫർ എന്നാണ്. ഡിസിഫർ എന്നാൽ കോഡിൽ എഴുതിയ ഒരു ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നാണ്. നമ്മളൊരു കോഡിൽ അതിലെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അതിന് നമ്മൾ എന്താണ്? ഡിസിഫർ ചെയ്യുക എന്ന് പറയും. അല്ലെങ്കിൽ കോഡഡ് സിഗ്നലുകൾ സാധാരണ ഭാഷയിലേക്ക് മാറ്റി അർത്ഥം മനസ്സിലാക്കാം. മെറ്റ്സും വോളനും കോഡ് എന്ന വാക്ക് ഡ്രസ് കോഡ് എന്ന അർത്ഥത്തിലും മ്യൂസിക്കൽ കോഡ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാണ്. ഇൻഡസ്ട്രിയൽ മ്യൂസിക് സന്ദേശങ്ങൾ എന്താണ്? ഇൻസ്ട്രുമെൻ്റൽ ആയിട്ടുള്ള മ്യൂസിക് സന്ദേശങ്ങളൊന്നും ഡീകോഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു പിയാനോ സംഗീതത്തിന് അതിൻ്റേതായ അർത്ഥമൊന്നുമില്ല, അത് ഒന്നിനെയും സൂചിപ്പിക്കുന്നുമില്ല എന്നും പറയുന്നുണ്ട്. ഒന്നിനെയും അർത്ഥമാക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ഡ്രസ് കോഡ് വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. വെസ്റ്റേൺസ് എന്ന വിഭാഗത്തിൽ പെടുന്ന സിനിമയിൽ അതിലെ ഹീറോകൾ ഒരേപോലെയുള്ള ഡ്രസ്സാണ് ധരിക്കുന്നത്. അങ്ങനെ ഡ്രസ് കോഡിന് അതിൻ്റേതായുള്ളൊരു അർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഡ്രസ് കോഡുകളെ പറ്റിയിട്ടുള്ള ഒരു പോർഷനാണ് പിന്നെ അവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് മാക്സ് ഓഫ്ലസ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ഫ്രഞ്ച് ഫിലിം ഡയറക്ടറെ പറ്റി പറയുന്നുണ്ട്. മാക് ഓഫ്ലസ് was a German French film director who worked in Germany, France and United States. He made nearly 30 films. അപ്പോൾ മാക്സ് ഓഫസ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ ഫ്രഞ്ച് ഡയറക്ടറാണ്. അദ്ദേഹം ജർമ്മനിയിലും ഫ്രാൻസിലും അമേരിക്കയിലൊക്കെ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. 30 സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തു. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ പ്രത്യേക കോഡ് ലവ് ട്രയാങ്കിൾ ആയിരിക്കും. ഒരു കോഡുകളുണ്ടല്ലോ ഓരോ ഡയറക്ടേഴ്സിനും. അങ്ങനെ കോഡ് നോക്കുമ്പോൾ ലവ് ട്രയാങ്കിൾ ആയിരിക്കും. ഈ ലവ് ട്രയാങ്കിളിന് ഫിലിം സെമിയോട്ടിക്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. മെറ്റ്സിൻ്റെയും വോളൻ്റെയും ഫിലിം സെമിയോട്ടിക്സിനെ പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ. അപ്പോൾ നമുക്ക് പറയാം, ഇവിടെ നമ്മൾ പറഞ്ഞ 2 സിദ്ധാന്തങ്ങളാണ് ഹെർമൻ പറഞ്ഞത്. മെറ്റ്സിൻ്റെയും അതുപോലെ തന്നെ വൂളിൻ്റെയും സിനിമേനെ പറ്റിയുള്ള സിദ്ധാന്തങ്ങൾ. പക്ഷേ ഇതൊന്നും എന്തല്ല, ശാസ്ത്രീയമല്ല, സയൻറ്റിഫിക് അല്ല, പ്രൂഫില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നിരുന്നാലും അവയ്ക്ക് അവയുടേതായിട്ടുള്ള പ്രയോഗങ്ങളും ഉപകാരങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും പ്രൂവൻ അല്ല, ഈ 2 പേരുടെയും സയൻറ്റിഫിക് ആണ് എന്ന് പറയാനും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. വേർഡ്സ് ആർ ഓഫൺ കൺഫ്യൂസിങ്. എപ്പോഴും വാക്കുകൾ എന്താണ്? കൺഫ്യൂസിങ് ആണ് എന്ന് പറയുന്നുണ്ട്. ലെറ്റസ് മേക്ക് വൺ എക്സാമ്പിൾ എന്ന് പറയുന്നു. സ്മോക്ക് മീൻസ് ഫയർ. സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ ആണ്. കമ്പ്യൂഷൻ ഓൾസോ മീൻസ് ഫയർ, ബട്ട് വി ഡു നോട്ട് യൂസ് ദ വേർഡ് സ്മോക്ക് ഓർ കമ്പ്യൂഷൻ ടു മീൻ ഫയർ. വാക്കുകൾ പലപ്പോഴും ആൾക്കാർ ആശയക്കുഴപ്പത്തിലാക്കുന്നു എന്ന് പറയണം. ഇത് ഉദാഹരണം എടുത്ത പുക എന്ന് പറഞ്ഞാൽ തീ എന്നാണ് അർത്ഥം. അതേസമയം കമ്പഷൻ എന്ന് പറഞ്ഞാൽ എരിച്ചൽ, എന്നാലും തീയാണ്. പക്ഷെ തീ എന്ന് പറയേണ്ടത് നമ്മൾ പുകയെന്നോ എരിച്ചലെന്നോ പറയാറില്ല എന്ന് പറയാണ്. ചിത്രങ്ങൾ പലപ്പോഴും അവ കാണിക്കുന്നതിനെ അല്ലായിരിക്കും അർത്ഥാക്കുക. വാക്കുകൾ അവയുടെ അർത്ഥമാവണമെന്നുമില്ല. തെളിവ് അത് കാണിക്കുന്നത് ആയിരിക്കണമെന്നില്ല. ഒരു സിനിമ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു തിയറിക്കും പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ആരെന്ത് തിയറി കൊണ്ടുവന്നാലും സിനിമ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മൊത്തമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഹെർമൻ ഈ ഒരു എസ്സേ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്നും കൂടെ ടെക്സ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. ഈ പോയിൻറ്റ്സുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.